ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന സ്നേഹ ബഹുമാന ആദരം നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ പിഞ്ചുമക്കൾ, 122ാം വാർഷികാഘോഷവും 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായ സരള ടീച്ചറുടെ യാത്രയപ്പുമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ മക്കൾ ഏകദേശം 10-15 നൃത്തങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി. പല സ്കൂളുകളിലും ഡാൻസുകൾ പരിശീലിപ്പിക്കുന്നത് ഡാൻസ് ടീച്ചറാണെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഞങ്ങളുടെ മക്കളെ ഡാൻസ് പരിശീലനം നടത്തിയത് ചോമ്പാൽ നോർത്ത് LP സ്കൂളിലെ അധ്യാപകർ തന്നെയാണ്. ഈ അവസരത്തിൽ എൻ്റെ സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. നീണ്ട 32 വർഷങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയ സരള ടീച്ചറുടെ കൂടെ ഞാൻ ഈ വിദ്യാലയത്തിൽ ഏകദേശം 22 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. സരള ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, വർഷങ്ങളോളം ടീച്ചർ 4ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. 4ാം ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ 4ാം ക്ലാസ്സിൽ നിന്നാണ് കുട്ടികൾ LSS വാങ്ങുന്നത്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ടീച്ചറുടെ പരിശ്രമത്തിൻ്റെ ഫലമായി LSS കിട്ടാറുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം 6 കുട്ടികൾ LSS പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 4 കുട്ടികൾക്ക് മികച്ച മാർക്കോടെ LSS വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അധ്യയന വർഷവും ഞങ്ങൾ നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും പാഠ്യേതര വിഷയങ്ങളിൽ നല്ല നിലയിൽ ഇടപെടുന്ന പ്രിയപ്പെട്ട സരള ടീച്ചറുടെ യാത്രയപ്പ് എന്ന് പറയുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ്. ഏതായാലും സർവീസിൽ വന്നാൽ ഒരു റിട്ടയർമെൻ്റ് ഉണ്ട്. ടീച്ചറുടെ ഇനിയുള്ള ജീവിതം നാടിനും സമൂഹത്തിനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന 14ാം വാർഡിലെ ജനകീയനായ മെമ്പറും സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ശ്രീ പ്രമോദ് മാട്ടാണ്ടി അവർകളെ ഈ പരിപാടിയിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതേപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ ഉമ്മർ അവർകളെ, PTA പ്രസിഡന്റ്, സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം ഓടിയെത്തുന്ന വ്യക്തിത്വം, തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് സ്കൂളിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ഈ വിദ്യാലയത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി സയനയെയും ഈ പരിപാടിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗതം അരുളേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സർല ടീച്ചർക്കാണ്. നീണ്ട 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനൊടുവിൽ ഈ വിദ്യാലയത്തിൽ നിന്നും ടീച്ചർ പടിയിറങ്ങുകയാണ്. ഇനിയും ടീച്ചർക്ക് വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവരെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ തിളക്കം എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കളാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ ഉനൈസ്, സ്കൂളിൻ്റെ എല്ലാ നല്ല കാര്യത്തിനും വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ശ്രീ ഉനൈസിനെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ മാനേജർ റീനേച്ച്, അവരെയും ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നല്ലവരായ നാട്ടുകാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, വേദിയും സദസ്സും ഭംഗിയാക്കിയ CK ലൈറ്റ് ആൻഡ് സൗണ്ട്, അവർ ഞങ്ങളുടെ രക്ഷിതാക്കളും കൂടിയാണ്. അവരെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, പഠനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വന്നത് ഒരു പ്രിൻ്റർ ആയിരുന്നു. ഏപ്രിൽ 30-ന് പടിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സർല ടീച്ചർ ഞങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് ഒരു കളർ പ്രിൻ്റർ അവരുടെ സ്നേഹ സമ്മാനമായി ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം നൽകിയിട്ടുണ്ട്. ടീച്ചർക്ക് ഈ അവസരത്തിൽ PTA കമ്മിറ്റിയുടെയും സ്കൂളിൻ്റെയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു സ്കൂളിന് സ്വന്തമായി ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത്. ഞങ്ങളുടെ മുൻ പ്രധാന അധ്യാപിക ശ്രീമതി സീത ടീച്ചറുടെ പാവന സ്മരണക്കായി അവരുടെ മകൾ ഡോക്ടർ ലതിക ഞങ്ങൾക്ക് സ്വന്തമായൊരു മൈക്ക് സെറ്റ് ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ സ്കൂളിന് സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ മകൻ ശ്രീ പ്രദീപ് ചോമ്പാലയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് അത് ലഭിക്കാനിടയായത്. അത് ഞങ്ങളെന്നും നന്ദിയോടെ സ്മരിക്കുന്നതാണ്. അവരുടെ കുടുംബത്തിനും സ്കൂളിൻ്റെയും PTA കമ്മിറ്റിയുടെയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള എൻഡോവ്മെൻറ്റ് വിതരണവും മുൻ പ്രധാന അധ്യാപിക ലീന ടീച്ചർ നൽകുന്ന എൻഡോവ്മെൻറ്റ് വിതരണവും ഈ വേദിയിൽ വെച്ച് നടക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ശ്രീ പ്രമോദ് മാട്ടാണ്ടി അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രവർത്തന റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ജൂൺ 3 പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീ പ്രമോദ് മാട്ടാണ്ടി ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വൈബിൻ്റെ സമ്മാനം വിതരണം ചെയ്തു. DYFI മേഖലാ യൂണിറ്റ് ചോമ്പാലയുടെ നേതൃത്വത്തിൽ പഠന കിറ്റ് വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ഹരിത ക്ലബ് പ്രവർത്തകർ പരിസ്ഥിതി ദിനത്തിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനോപകരണങ്ങൾ നൽകി.
പരിസ്ഥിതി ദിനത്തിൽ നടത്തിയ ക്യൂസിൽ കുട്ടികൾ പങ്കെടുത്തു. അതിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ കുട്ടികളെ തിരഞ്ഞെടുത്തു. ജൂൺ 8 ചോമ്പാൽ നോർത്ത് LP സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട വടകര MLA KK രമ അവർകൾ നിർവഹിച്ചു. അതോടൊപ്പം LSS വിജയികൾക്കുള്ള അനുമോദനം ചോമ്പാല AO സ്വപ്ന മാഡം നിർവഹിച്ചു. മുൻ പ്രധാനാധ്യാപിക സീത ടീച്ചറുടെ പാവന സ്മരണയ്ക്ക് മകളും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ലതിക സ്കൂളിന് സൗണ്ട് സിസ്റ്റം സംഭാവന നൽകി. ടീച്ചറുടെ മകനും പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമപ്രവർത്തകനുമായ പ്രദീപ് ചോമ്പാല സൗണ്ട് സിസ്റ്റം സ്കൂളിന് കൈമാറി. 15/6/24 ബക്രീദ് ആഘോഷിച്ചു. മെഹന്തി ഫെസ്റ്റ്, ആശംസാ കാർഡ് നിർമ്മാണം എന്നിവ നടന്നു. വായനാ വാരത്തിൻ്റെ ഭാഗമായി അക്ഷരമരം, ക്ലാസ് ലൈബ്രറി രൂപീകരണം, വായനാ മത്സരം, ക്യൂസ് മത്സരം എന്നിവ നടത്തി. വായനാ വാരാഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി പോസ്റ്റർ തയ്യാറാക്കി. 1/7/24 ജനറൽ PTA നടന്നു. ഇതിൽ PTA പ്രസിഡന്റ്, മദർ PTA, വിവിധ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുത്തു. ഓരോ മാസവും കൃത്യമായി PTA നടക്കുന്നു. വെള്ളിയാഴ്ചകളിൽ കുട്ടികൾക്ക് ലൈബ്രറി വിതരണം ചെയ്യുന്നു. എല്ലാ ദിവസവും ഉച്ചവായന നടത്തുന്നു. ആഗസ്റ്റ് 6-9 ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. പോസ്റ്റർ നിർമ്മാണം, ക്യൂസ് മത്സരം എന്നിവ നടത്തി. ജൂലൈ 5 ബഷീർ ദിനത്തിൻ്റെ ഭാഗമായി ക്യൂസ് മത്സരം നടത്തി. പുസ്തകം പരിചയപ്പെടൽ എന്നിവ നടന്നു. ജൂലൈ 10 സ്കൂൾ തലത്തിൽ അലീഫ് ടാലൻസ് എക്സാം നടത്തി. ഇതിൽ അംന ഫാത്തിമ വിജയായി. 13 നടന്ന സബ് ജില്ലാ തലത്തിൽ പങ്കെടുത്തു. മുഴുവൻ ക്ലാസ്സിലും വിഷയാടിസ്ഥാനത്തിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു. മടപ്പള്ളിയിൽ വെച്ച് നടന്ന സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിൽ കുട്ടികൾ പങ്കെടുത്തു. ഉന്നത ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. മടപ്പള്ളി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കായികമേളയിൽ കുട്ടികൾ പങ്കെടുത്തു. പഠന വിടവ് നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി മലയാള തിളക്കം ക്ലാസ് എടുത്തു വരുന്നു. ആഴ്ചയിൽ 2 ദിവസം അബാക്കസ് ക്ലാസ് എടുക്കുന്നു. അഴിയൂർ ഏറാമല സോണൽ കലോത്സവത്തിലും അറബിക് കലോത്സവത്തിലും പങ്കെടുത്ത് കുട്ടികൾ ഗ്രേഡുകൾ കരസ്ഥമാക്കി. 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വന്തമായി എഴുത്തിലേക്ക് എന്ന ലക്ഷ്യത്തോടെ സംയുക്ത ഡയറി PTA പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അഴിയൂർ പഞ്ചായത്ത് ഹാളിൽ നിന്നും ഹരിത വിദ്യാലയത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഗ്രീൻ അംബാസിഡർമാരായ അംന ഫാത്തിമയും ഫായിസ മറിയും ഏറ്റുവാങ്ങി. കുട്ടികളുടെ ഹരിതസഭയുടെ ഭാഗമായി പരിസരത്തെ വീടുകളിൽ പോയി കുട്ടികൾ വിവരശേഖരണം നടത്തി. ചോമ്പാല സബ് ജില്ലാ കലോത്സവത്തിലും അറബിക് കലാമേളയിലും കുട്ടികൾ പങ്കെടുത്ത് ഉയർന്ന ഗ്രേഡ് നേടി. 10/8/24 നടന്ന സ്വദേശ് മെഗാ ക്യൂസിൽ അമജിൽ പങ്കെടുത്തു. 12/8/24 നടന്ന സ്വാതന്ത്ര്യദിന ക്യൂസിൽ അമൽജിത്ത് വിജയിയായി. നരിക്കുന്ന് UPയിൽ വെച്ച് നടന്ന സബ് ജില്ലാ തല ക്യൂസിൽ പങ്കെടുത്തു. ആഗസ്റ്റ് 14 ദേശാഭിമാനി അക്ഷരമുറ്റ ക്യൂസിൽ ധാർമ്മിക് വിജയിയായി. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന വിവിധ പരിപാടികളോടെ നടന്നു. HM പതാക ഉയർത്തി. തുളസിമാല എൻഡോമെന്റ് വിതരണം നടന്നു. അക്ഷരമുറ്റം ക്യൂസിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടിയ കുട്ടികളെ ആദരിച്ചു. ദേശഭക്തി ഗാനം, മധുര വിതരണം എന്നിവ നടന്നു. നാസ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഗണിതം, ഭാഷ, പരിസര പഠനം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ അടങ്ങുന്ന ഒരു സെൽ രൂപീകരിച്ചു. 3ാം ക്ലാസ്സിൽ നാസ് എക്സാം നടത്തി. നാസ് എക്സാമിൻ്റെ ഭാഗമായി നിരന്തരം കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു. മുഴുവൻ ക്ലാസ്സിലും പാദവാർഷിക പരീക്ഷ നടത്തി. ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഓണക്കളികൾ, പൂക്കളം, ഓണസദ്യ എന്നിവ നടത്തി. വാഗ്മയ എക്സാം നടത്തി. സബ് ജില്ലാതല ഗണിത ക്യൂസിൽ കുട്ടികൾ പങ്കെടുത്തു. പരിസ്ഥിതി ക്ലബ്, ഹരിത ക്ലബ് എന്നിവ രൂപീകരിച്ചു. കേരളപ്പിറവി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനം ആഘോഷിച്ചു. ആഴ്ചതോറും ഡ്രൈ ഡേ ആചരിക്കുന്നു. ഫെബ്രുവരിയിൽ സ്കൂളിൽ നിന്നും സാധു പാർക്കിലേക്ക് പഠനയാത്ര നടത്തി. ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി കുട്ടികൾക്ക് അയ്യൂർ പഞ്ചായത്തിൽ വെച്ച് ക്ലാസ് നൽകി. കലാമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അനുമോദന സദസ്സ് BRC കോർഡിനേറ്റർ രൂപ നിർവഹിച്ചു. സഞ്ചയിക സമ്പാദ്യ പദ്ധതി സ്കൂളിൽ ആരംഭിച്ചു. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം നടത്തി. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ LSS പരിശീലനം നടക്കുകയുണ്ടായി. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ മലയാളം, അറബി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ അസംബ്ലി നടത്തുന്നു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി
പഠനവിടവ് നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. മാർച്ച് 15 പഠനോത്സവം നാടൻപാട്ട് കലാകാരൻ സജീവൻ ചെമ്മരത്തൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. പഠനോത്സവത്തിൽ കുട്ടികളുടെ വിപണനമേള വളരെ ശ്രദ്ധേയമായ ഒരു പഠന പ്രവർത്തനമായിരുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സർഗാത്മക രചന കുഞ്ഞെഴുത്തുകൾ പഠനോത്സവത്തിൽ പ്രകാശനം ചെയ്തു. വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം മുതൽ മുൻ പ്രധാന അധ്യാപിക ലീന ടീച്ചർ നൽകി വരുന്ന എൻഡോമെൻറ്റ് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഈ വർഷത്തെ വിജയികൾ സിയാൻ ശൈലേഷ്, സഞ്ജൽ രാഗ്, അലോക് പ്രിയേഷ്, നൈനിക. ലീന ടീച്ചർ ഇവിടെ നിന്ന് റിട്ടയർഡായി പോയെങ്കിലും നമ്മുടെ സ്കൂളിനോടുള്ള ഒരു സ്നേഹവും കരുതലും എപ്പോഴും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെയൊരു സമ്മാനം സ്പോൺസർ ചെയ്തത്. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ചോമ്പാൽ നോർത്ത് LP സ്കൂളിൻ്റെ 122-ാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. PTA-യുടെയും നാട്ടുകാരുടെയും എല്ലാ സഹകരണവും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട സർല ടീച്ചർ ഈ വർഷം പടിയിറങ്ങുകയാണ്. നീണ്ട 32 വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിന് ശേഷമാണ് ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 32 വർഷം ഈ വിദ്യാലയത്തിന് പാഠ്യേതര മികവുകളിൽ മികച്ച വിജയം നേടുന്നതിന് ടീച്ചറുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി LSSൽ മികച്ച വിജയം നേടാൻ സർല ടീച്ചർ 4-ാം ക്ലാസ്സിലെ അധ്യാപികയായിരിക്കുമ്പോൾ നമുക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. സർല ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച പരിശീലനമാണ് 4 കുട്ടികൾക്ക് LSS സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സ്കൂളിലെ HM ആയിരുന്നുകൊണ്ട് മികച്ച പ്രകടനമാണ് ടീച്ചർ കാഴ്ചവെച്ചത്. പിരിയുന്ന വേളയിൽ നമ്മുടെ സ്കൂളിലേക്ക് ഒരു പ്രിൻ്റർ നൽകിയതും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പിരിയുന്ന വേളയിൽ ടീച്ചറുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും ടീച്ചറുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നന്മകൾ നേർന്നുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അറിവിലേക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടക നമ്മുടെ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ ആയിഷ ഉമ്മർ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സക്കീന ടീച്ചർ, ഇവിടെ സ്വാഗതം പറഞ്ഞ സക്കീന ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ലിഷ ടീച്ചർ, എൻ്റെ സഹപ്രവർത്തക കവിത അനിൽകുമാർ, സുജിത്ത് പുതിയോട്ടിൽ, ഉന്നൈസ്, സരള ടീച്ചർ, നമ്മുടെ പിഞ്ചുകുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകന്മാർ, PTA പ്രസിഡന്റ്, സയന ഉൾപ്പെടെയുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ, സഹോദരീ സഹോദരന്മാർ, വളരെ അഭിമാനത്തോടെ കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം 122 വർഷത്തോളം വാർഷിക പരിപാടിയുമായിട്ടാണ് നമ്മുടെ സ്കൂൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു അധ്യയന വർഷത്തിൽ തന്നെ 2 HMമാരാണ് നമുക്ക് റിട്ടയർമെൻ്റായി പോകുന്നത്. അതൊരു ഒരു വലിയൊരു വിടവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്ര 32ഓളം വർഷത്തെ സേവനം നടത്തിയാണ് അവർ വലിയൊരു വിടവ് നൽകിയാണ് ഈ സ്കൂളിനെ നിന്നും വിട്ടുപോകുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു സർവീസിൽ പ്രവേശിക്കുമ്പോൾ അന്ന് നമുക്കറിയാം നമ്മൾ എന്ന് റിട്ടയർമെൻറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ നമ്മളാരും ഓർക്കാറില്ല. പ്രത്യേകിച്ച് അധ്യാപകരെന്ന് പറഞ്ഞാൽ കുട്ടികളുമായി ഏത് രീതിയിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആ മാസമാണ് ഓർക്കുക, അധികവും ഓർക്കുക, ഞാൻ ഈ മാസം റിട്ടയർമെൻറ്റ് ചെയ്യും എന്നുള്ളത്. സർല ടീച്ചർ എബിയും പണ്ട് പറയുമ്പോൾ എന്തായാലും വലിയൊരു നഷ്ടമാണ് നമുക്ക് സ്ഥാപനത്തിനുണ്ടാക്കുക. അത് നികത്താൻ വേണ്ടി ഇനിയുള്ള നമ്മുടെ പുതിയ ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിലുള്ള പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സ്കൂളിനെ മികവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റൂ എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് LSS ഉൾപ്പെടെയുള്ള നിരവധി വിജയികളെ തിരഞ്ഞെടുത്താണ് നമ്മുടെ ഈ സ്കൂൾ നല്ല മികവിലേക്ക് പോകുന്നത്. അതിൽ തന്നെ നിരവധി പരിപാടികൾ എപ്പോഴും എന്നെ വിളിച്ച് ഇവിടെ ഇന്നേ പരിപാടിയുണ്ട് എത്തിച്ചേരണമെന്ന് പല പരിപാടികൾക്കും എനിക്ക് എത്തിച്ചേരാൻ കഴിയാറില്ല. എന്നാലും തന്നെ ടീച്ചറുടെ ആ
എപ്പോഴും ആലോചിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നല്ല രീതിയിലുള്ള മികവിലേക്കായി ഞാൻ ഈ കാണുകയാണ്. ഇവിടെ റിപ്പോർട്ടിൽ പരാമർശിച്ചതായി കാണുന്നില്ല. അഴിയൂർ പഞ്ചായത്തിൽ നിന്നും ഇവിടെ കിണറിന് നെറ്റിടാൻ വേണ്ടി ഞാൻ മെമ്പറായപ്പോൾ തന്നെ ചോദിച്ചു. ഈ വർഷം 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇവിടെ ഈ സ്കൂളിനൊരു കിണറ്റിന് നെറ്റ് ഇട്ട് നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ വേണ്ടി 2.5 ലക്ഷം രൂപയോളം പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അത് ഈ വർഷം സാമ്പത്തിക വർഷം ഏതായാലും നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെ നമ്മുടെ ഈ സ്കൂളിനോടുള്ള സ്നേഹവും കടപ്പാടും ആണ് ഞാൻ അറിയിക്കുന്നത്. എന്തായാലും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിരവധി ഇവിടെ തന്നെ ഒരു അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം, അതുപോലെ അറക്കൽ പൂരം, കുട്ടികൾക്ക് ഉള്ള ഡാൻസ് പരിപാടികളുണ്ട്. ആ രീതിയിലേക്ക് കൂടുതലായി ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ മാരകമായ വിപത്താണ് ലഹരി ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഈ ലഹരിക്ക് കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളുമായി ചേർന്ന് ദിവസവും ഇടപെട്ടുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ആ രീതിയിൽ നിന്നൊക്കെ നാം മാറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ സമൂഹം രക്ഷിതാക്കളും തയ്യാറാകണം. സരള ടീച്ചറെ ഇനിയും നമ്മുടെ സ്കൂളിനും പ്രത്യേകിച്ച് എൻ്റെ വാർഡിലുള്ള ഒരു ടീച്ചറാണ്. ടീച്ചറുടെ വാർഡിനും വേണ്ടി ഉപയോഗിക്കാനും പൊതുപ്രവർത്തനത്തിൽ ശക്തമായി മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റോട് അഭ്യർത്ഥിക്കുന്നു. വാർഡ് മെമ്പർ ശ്രീ പ്രമോദ് മാട്ടാണ്ടി, 15-ാം വാർഡ് മെമ്പർ ശ്രീമതി കവിത അനിൽകുമാർ, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീമതി സക്കീന ടീച്ചർ, ശ്രീ സുജിത് പുതിയോട്ടിൽ, ശ്രീ ഉനൈസ് മാളിയക്കൽ. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് 32 വർഷത്തോളം ഇവിടെ സേവനമനുഷ്ഠിച്ച സരള ടീച്ചറാണ്. അപ്പോൾ നമ്മുടെ മുഖ്യാതിഥി സരള ടീച്ചർ. നന്ദി പ്രകാശിപ്പിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീമതി സയന, രക്ഷിതാക്കളെ, പ്രിയമുള്ള മക്കളെ, നല്ലവരായ നാട്ടുകാരെ, അപ്പം നമ്മൾ ഈ സായം സന്ധ്യയിൽ എന്തിനാണ് ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ വിദ്യാലയം 122-ാം വാർഷികാഘോഷമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 122 വർഷമായി ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 1892-ലാണ് ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിച്ചിരുന്നത്. അന്ന് ഇതിൻ്റെ പേര് ഹിന്ദു ഗേൾസ് സ്കൂൾ എന്നായിരുന്നു. 2 പ്രദേശത്തുള്ള ആളുകളുടെ തർക്കം മൂലം ഈ വിദ്യാലയം 2ആയി മാറുകയും പിന്നീട് ഈ വിദ്യാലയം മാത്രമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. 2 വിദ്യാലയത്തിൽ ഈ വിദ്യാലയം മാത്രമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാവനമായ കുഞ്ഞിപ്പള്ളിയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിന് ആ പള്ളിയുടെ തുണയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട കളിസ്ഥലം നമ്മുടെ ചോമ്പാൽ മിനി സ്റ്റേഡിയവും ഈ സ്കൂളിനടുത്താണ്. പക്ഷേ ആ കളിസ്ഥലത്തേക്ക് പോകേണ്ട ഒരവസ്ഥ ഇന്ന് കുട്ടികൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ തന്നെ 48 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവർക്കും കളിക്കാനും കൃഷി ചെയ്യാനും ഒക്കെയുള്ള സ്ഥലം ഇവിടെ നേരത്തെ തന്നെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അഭിസംബോധന ചെയ്യുമ്പം വിട്ടുപോയ ഒരാളാണ് നമ്മുടെ മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്ന റീനേച്ചി. അപ്പം അവരുടേതാണ് ഈ വിദ്യാലയം, സ്കൂളിൻ്റെ മാനേജർ. ഈ സ്ഥലം 48 സെൻറ്റ് സ്ഥലത്ത് ഒരു വിദ്യാലയം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചും ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചും ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ തീരെ സ്ഥല സൗകര്യമില്ലാത്ത വെറും സ്കൂളിൻ്റെ ബിൽഡിങ് മാത്രമുള്ള സ്കൂളുകളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് കളിക്കാനൊരു സ്ഥലമില്ല, മറ്റെന്തെങ്കിലും ഒരു സൗകര്യത്തിനൊരു സ്ഥലമില്ലാതെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ സ്വർഗത്തിലാണ് എന്ന് പറയാം. അത്രയും നല്ല സൗകര്യമാണ് ഇവിടെയുള്ളത്. പഴയ കെട്ടിടമാണെങ്കിലും പുതിയ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധ്യാപകന്മാർ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് ഈ ചോമ്പാൽ നോർത്ത് LP സ്കൂൾ എന്ന് പറയുന്നത്.
ഇവിടെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. LSS വിജയികൾ നമ്മുടെ സരള ടീച്ചറുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം 4 LSS കുട്ടികൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിജയം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ക്ലാസ് റൂമുകളിലുള്ള പഠിത്തത്തിൽ പാഠപുസ്തകങ്ങളിലെ പഠനത്തിനപ്പുറം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് ഈ വിഷയങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടിക്കൊടുക്കുക എന്നതാണ് ഈ LSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠനം നടത്തുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായൊരു കോച്ചിങ് കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഈ വർഷവും കഴിഞ്ഞ വർഷവും നൽകിയിട്ടുണ്ടായിരുന്നു LSS USS വിജയികൾ കുട്ടികൾക്ക് കോച്ചിങ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേക പ്രൊജക്റ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷവും. അപ്പോൾ നമ്മൾ കുട്ടികളെ വിദ്യാഭ്യാസപരമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ആധുനിക രീതിയിലുള്ള പഠനം കേരളത്തിൽ വേരോടി തുടങ്ങിയത്. അതിനു മുമ്പേ സവർണർക്കിടയിൽ മാത്രം ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ആ ഗുരു വീടുകളിൽ പോയി പെൺകുട്ടികളുടെ മുഖം കാണാതെ അവർ മറഞ്ഞിരുന്നു കൊണ്ട് ഈ ഗുരു പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചവരാണ് സവർണർ എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. നമ്മൾ DPEPയും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ മാറിയിട്ടാണ് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നതോടുകൂടി തന്നെ IT യുഗത്തിലേക്ക് നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ പിന്നെ അത് മതി, അല്ലെങ്കിൽ ഒരു കൂടി വന്നാൽ 10ാം ക്ലാസ് വരെ മാത്രമായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ മാഹിയിലും തൊട്ടടുത്ത തലശ്ശേരിയിലൊക്കെ പോയിട്ടായിരുന്നു 10ാം ക്ലാസ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് നമ്മുടെ വിദ്യാഭ്യാസപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ്. രക്ഷിതാക്കൾ മുഴുവനും തൻ്റെ കുട്ടിയെ എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയും അത്രയും ഞാൻ എൻ്റെ സർവ്വതും വിറ്റു തുലച്ചാലാണെങ്കിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, എല്ലാ ആളുകളും പാവപ്പെട്ടവരായാലും പണക്കാരനായാലും ഒക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പം അതിൽ നമുക്കറിയാം, കുട്ടികൾക്ക് ഓരോ കഴിവുകളുണ്ടാവും. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കഴിവുകളുണ്ടാവും. ആ കഴിവുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ നടത്തുന്നത്. അതായത് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഏതൊക്കെ കുട്ടികളാണ് സമ്മാനം കിട്ടാൻ അർഹരായിട്ടുള്ളത്, ഇനി മറ്റുള്ള അവരുടെ സർഗാത്മകമായ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് രക്ഷിതാക്കളുടെ മുമ്പിലും പൊതുജനങ്ങളുടെ മുൻപിലും അത് അവതരിപ്പിക്കുക എന്നതാണ് നമ്മൾ ഈ വാർഷികാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠന നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം, മുൻകാലങ്ങളിലെ പോലെ ക്ലാസ് മുറികളിൽ മണ്ടന്മാരും മണ്ടികളും എന്ന് പറയുന്ന ആളുകളൊന്നുമില്ല. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ല അറിവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനിച്ച് വീഴുന്ന കുട്ടികൾ തന്നെ നല്ല അറിവോട് കൂടിയിട്ടാണ് ജനിച്ച് വീഴുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഏത് വിഷയത്തിലാണോ ഏത് കാര്യത്തിലാണോ അവർക്ക് കൂടുതൽ അവരുടെ കഴിവുള്ളത് ആ കഴിവ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ രക്ഷിതാക്കളുടെ കടമ. അടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കി അവൻ കൂടുതൽ പഠിക്കുന്നു, നീ എന്താണ് പഠിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കാതെ നിരാശയിലാക്കാതെ, മോനെ നീയും അതുപോലെ നല്ലവണ്ണം പഠിക്കണം, നമുക്കും പഠിച്ച് ജയിക്കാം, നല്ലവണ്ണം പഠിച്ചാൽ നമുക്കും ആ വിജയം കരസ്ഥമാക്കാം എന്നുള്ള പോസിറ്റീവ് ചിന്തകളാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മളെ കുട്ടികളെ തോൽവി വന്ന അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികളെയും ആ വിധത്തിൽ നമ്മൾ കാണരുത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഉപമിക്കാതെ നമുക്ക് നന്നായി പഠിക്കണം മോനെ, എൻ്റെ കുട്ടി നന്നായി വളരണം, നീ വളരുന്നതും നീ പഠിക്കുന്നതുമാണ് നമുക്ക് ആവശ്യം, മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട, ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സ് ആ രീതിയിലേക്ക് പോകും. അല്ലാതെ മറ്റുള്ള കുട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ആ കുട്ടി മാനസികമായി തളർന്നു പോകുന്നത്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള
പ്രശ്നങ്ങൾ കുട്ടികളേക്ക് അടിച്ചേൽപ്പിക്കാതെ സ്വതന്ത്രമായി പഠിക്കുവാനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എല്ലാ കുട്ടികളും രക്ഷിതാക്കൾ വിചാരിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതുപോലെ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഇന്ന് നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒരുവിധം കഴിവുള്ളവരാണ് നമ്മുടെ സമൂഹത്തിലെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു യൂണിഫോമായിരുന്നു ഒരാഴ്ചയൊക്കെ ഇട്ടിരുന്നത് അല്ലേ. അപ്പോൾ പഴയ പുസ്തകങ്ങളായിരുന്നു മുമ്പ് വാങ്ങിച്ചിരുന്നത് അല്ലേ. ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചു പോകുമ്പം തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് ജയിച്ച കുട്ടികൾ ഇത് എനിക്ക് പുസ്തകം തരണേ എന്ന് പറഞ്ഞ് പഴയ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും പഴയ യൂണിഫോമുകൾ ഇട്ടുകൊണ്ടും ഒക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി എൻ്റെ മക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ സ്നേഹവും കൂടുതൽ സൗകര്യങ്ങളും കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നത് മനസ്സുകൊണ്ടല്ല. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുമുണ്ട്, പണം കൊണ്ട് സ്നേഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ പണം കൊണ്ട് സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ തെറ്റായ രീതിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പോക്കറ്റ് മണിയായിട്ട് പൈസ കൊടുക്കുന്ന സമ്പ്രദായം നമ്മൾ ഇല്ലായ്മ ചെയ്യണം. മറ്റുള്ള ഏത് സ്നേഹത്തിന് നമ്മൾ മനസ്സറികൊണ്ട് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, അത്തരത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം മുഴുവനും മക്കൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളായി മാറും. ആ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ എനിക്കെൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നുള്ള ഒരു ധാരണ മക്കൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ കുട്ടികൾ പങ്കുവെക്കുമ്പോഴാണ് തൻ്റെ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ സ്കൂളിൽ പോകുന്ന വഴിയിൽ, സ്കൂളിൽ വെച്ച്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്, ഇവൻ്റെ കൂട്ടുകാരാരാണ്, ഇവൻ്റെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും പിശക് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്ക് ഈ കുട്ടിയുടെ സംസാരം ഞാൻ കേൾക്കാൻ ഇടയാകുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ നല്ല രൂപത്തിൽ നമ്മുടെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ തൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഓരോ രക്ഷിതാവിനും സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് പറഞ്ഞു വന്നത്, നമുക്കറിയാം ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അയക്കുന്നു. ആ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം വിചാരം സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം ടീച്ചേഴ്സ് നോക്കണം, തിരിച്ചു വന്ന് പഠിക്കണം, ട്യൂഷന് പോകണം അല്ലേ, ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ കുട്ടികളുടെ സ്കൂളിൽ ഇടയ്ക്കിടെ വന്ന് തൻ്റെ കുട്ടിയുടെ പഠന രീതി എങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഏത് വിഷയത്തിലാണ് അവൻ പിന്നോക്കം നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, അവൻ എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് പറയുന്നുണ്ടോ എന്നൊക്കെ അധ്യാപകന്മാരുമായി കൂടി ആലോചിക്കുമ്പോഴാണ് ചിലപ്പോൾ ടീച്ചേഴ്സ് പറയാം, നിങ്ങളുടെ മോൻ എന്താണെന്നറിയില്ല, വീട്ടിൽ ക്ലാസ്സിലിരിക്കും എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തൊരു വിഷമം കാണുന്നു എന്ന് പറയുമ്പം ആ കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രയാസങ്ങൾ രക്ഷിതാവിനോട് പറഞ്ഞു കഴിയുമ്പം തൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ കുട്ടിയെ കൂടി ബാധിക്കും എന്നുള്ള ഒരു ബോധ്യം രക്ഷിതാക്കൾക്കുണ്ടാകുകയും ആ ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടിയുടെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളോ ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ചെറിയ മക്കളെ കേൾപ്പിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യമോട് ജീവിക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും പറ്റുകയുള്ളൂ. നമ്മൾ കരുതും നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകയോ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുകയോ ചെയ്യുമ്പം കുട്ടിയുടെ മുൻപിൽ വെക്കും, കുട്ടിയുടെ ആ ഇളം മനസ്സിൽ അവിടെ ഒരു ഇടം കൊടുക്കുകയാണ്, എൻ്റെ രക്ഷിതാക്കൾ ഇങ്ങനെ മോശമായ രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ചെറിയ മനസ്സിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അവൻ അതിനെപ്പറ്റി ചിന്തിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലല്ലോ, എപ്പോഴും വീട്ടിൽ പോയാൽ ബഹളമാണല്ലോ, ആ ബഹളം കാരണം എനിക്കൊരു
സ്വസ്ഥത കിട്ടുന്നില്ല. എവിടെയാണ് എന്നെ സ്നേഹിക്കുന്നവരാരാണുള്ളത് എന്ന് നോക്കി മറ്റൊരു രീതിയിലേക്ക് കുട്ടികൾ പോകുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും മക്കളോട് പണം കൊടുത്തല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനും തെറ്റായ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ കൊണ്ടുപോകാത്ത രീതിയിൽ അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് കുട്ടികളുടെ ബാഗുകളായാലും കുട്ടികളുടെ ബോക്സുകളായാലും ഇനി മൊബൈൽ ഫോൺ ആരും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു കാലമുണ്ടായിരുന്നു. സ്കൂളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവന്നാൽ അത് ടീച്ചേഴ്സ് പിടിച്ചു വെക്കും, എന്നിട്ട് രക്ഷിതാവ് വന്നാലേ തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും മൊബൈൽ ഫോൺ കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്തിൽ നിന്ന് മാറി കൊറോണ വന്നപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. അപ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തുമ്പോഴേക്ക് തന്നെ ഗൾഫിലുള്ള അല്ലെങ്കിൽ പിന്നെ പണമുള്ള ആളുകൾ ഐഫോൺ വരെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കുട്ടികൾ എന്താണ് ഈ ഫോണിൽ കൂടെ കാണുന്നത്, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ അച്ചടക്കം, ബഹുമാനം, ക്ഷമ, കാരുണ്യം, സഹജീവികളോടുള്ള സ്നേഹമൊന്നുമില്ലാത്ത രീതിയിലാണ് കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നത്. അതിന് കാരണം നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയത് മുതൽ കുട്ടികളെ സ്നേഹിക്കാനും അവർക്ക് പഴങ്കഥകൾ പറഞ്ഞു കൊടുക്കാനും അവരെ തല്ലുമ്പോൾ അവരെ വിളിച്ചിരുത്തി അവരെ തലോടുവാനും നമ്മുടെ വീടുകളിൽ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഉമ്മാമ്മമാരോ വല്ലുപ്പമാരോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ തല്ലുമ്പോഴോ ചീത്ത പറയുമ്പോഴോ പിടിച്ചു വെക്കാൻ ആരുമില്ല, അവരൊറ്റപ്പെടുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ എന്നൊക്കെ ഫോൺ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള ഫോൺ കൊടുത്തുകൊണ്ട് കുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുക്കി നിർത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ മുൻപൊക്കെ അതിഥി വരുന്നത് കണ്ടാൽ കോനായിൽ നിന്ന് എഴുന്നേറ്റ് ഓടി ഉമ്മ അല്ലെങ്കിൽ അമ്മയെ ആൾ വരുന്നുണ്ട് എന്ന് പറയും. അവർ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ഇന്ന് സംസാരിക്കും. നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവരോടൊന്നിച്ച് ചായ കഴിക്കും. എന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് അടുത്ത ആഴ്ച വരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. ഇപ്പം അങ്ങനെയാണോ സംഭവിക്കുന്നത്? പുറത്ത് കുട്ടികളിരുന്ന് ഫോണിൽ പിന്നെ എന്തോ കാണുന്നുണ്ടാവും. ഒരു അതിഥി വരുമ്പോൾ ഓടിപ്പോയിട്ട് അമ്മയെ വീട്ടിലുണ്ട് ആരോ വന്നതെന്ന് പറഞ്ഞിട്ട് കുട്ടി ഓടിപ്പോകുന്ന എവിടെയാ? അവൻ്റെ റൂമിലേക്ക് ഓടിപ്പോവുകയാണ്. അമ്മ വന്ന അതിഥിയെ സ്വീകരിച്ച് സംസാരിച്ചു ചായയൊക്കെ കൊടുക്കുമ്പോൾ ചോദിക്കും നിങ്ങളെ മകനെവിടെ അല്ലെങ്കിൽ മകളെവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? അവൻ മൊബൈൽ കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ അവൻ കമ്പ്യൂട്ടർ കൊണ്ട് കളിക്കുക. കഴിഞ്ഞു അവിടെ. ഇതാരുമാണ് വന്നതെന്നോ പരിചയപ്പെടുത്താനോ രക്ഷിതാക്കൾ ശ്രമിക്കുന്നില്ല. അപ്പം നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബന്ധം എന്താണ്, അയൽവക്കം എന്താണ് എന്നൊന്നും അറിയാതെ അവൻ്റേതായ ലോകത്തിൽ അല്ലെങ്കിൽ അവളുടേതായ ലോകത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പറയും, കമ്പ്യൂട്ടർ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചു വരുമല്ലോ രാവിലെ. അപ്പോൾ അടിച്ചു വരുമ്പോൾ കുട്ടികൾ ഏതോ ഒരു പിന്നെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കാണുകയാണ്, നമ്മൾ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിതാവ് വരുമ്പം അത് കാണുന്നതിന് വേണ്ടി അവർ പറയും എന്താ, ഈ റൂമിൽ അടിച്ചൊന്നും വേണ്ടപ്പോൾ പൊടി പാറും കമ്പ്യൂട്ടറിൽ, അതുകൊണ്ട് ഇവിടെ ഒന്നും തുടക്കണ്ട, ഞാൻ തുടച്ചോളും, ഞാൻ വൃത്തിയാക്കിക്കോളും, ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ കുട്ടി പഠിക്കുകയാണ്, കുട്ടി പ്രൊജക്റ്റ് ഉണ്ടാക്കിയാണ് എന്നുള്ള ധാരണയിൽ രക്ഷിതാക്കൾ അവരെ ഒറ്റക്ക് വിടുകയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോവുകയും പലതും കണ്ട് പലതിനും അടിമയായി പല എന്താ പറയുക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ കുട്ടികൾ നേർവഴിക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ വഴിയിലേക്ക് കുട്ടികൾ എത്തിച്ചേർന്ന് നാളെ നമുക്ക് കൈത്താങ്ങാകേണ്ട മക്കൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം തന്നെ സഞ്ചരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് PTA മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ വിളിക്കുന്നത്. ആ PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും സ്കൂളിൽ പങ്കെടുക്കുക, അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് പുതിയ അധ്യാപന രീതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ സമൂഹത്തിലെ രക്ഷിതാക്കൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. തൻ്റെ കുട്ടികളെ സ്കൂളിലെ അവിടുത്തെ അടിസ്ഥാന സൗകര്യം എന്താണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, വിദ്യാർത്ഥി അധ്യാപകരുടെ ആനുപാതികം എന്താണ്, അവിടുത്തെ ടോയ്ലറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇന്നത്തെ രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നത്. പണ്ടത്തെ പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോകട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തലത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളതിൻ്റെ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
വളരെ നല്ലൊരു അന്തർദേശീയ നിലവാരത്തിലൊക്കെ ഹൈസ്കൂളുകളൊക്കെ എത്തിച്ചേരുന്നത്. എന്തായാലും ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളെല്ലാവരും നല്ല വഴിയിലാകണം. അതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾക്ക് പുറമെ ഓരോ സർഗാത്മകമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തി ചില കുട്ടികൾ പാട്ടിൽ, ഡാൻസിൽ അല്ലെങ്കിൽ മിമിക്രിയിലായിരിക്കും അവർക്ക് താല്പര്യമുണ്ടാവുക. ആ താല്പര്യത്തിനനുസരിച്ച് പഠനത്തോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിലുള്ള ഒരു വിജയം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും. അതിനെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇന്നൊരു 2 പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർഷികാഘോഷ പരിപാടിയും അതുപോലെ തന്നെ 32 വർഷം ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച സരള ടീച്ചറുടെ യാത്രയായപ്പോഴാണ്. അപ്പോൾ സരള ടീച്ചറെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് തോന്നുന്നില്ല, വളരെ ചെറുപ്പമായിട്ടാണ് തോന്നുന്നത് അല്ലേ? ഇനിയും നമ്മളിപ്പോൾ ചോദിക്കും, നാളെ മുതൽ ഈ സ്കൂളിൽ നിന്ന് പോയാൽ ചോദിക്കും, നിങ്ങൾ റിട്ടയർഡ് ആയോ എന്ന്. ആകുന്ന പാകത്തിലല്ലല്ലോ എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സമയം എത്തിയാൽ അവർ റിട്ടയർഡ് ചെയ്തേ മതിയാവും. പക്ഷേ ഈ 32 വർഷക്കാലവും തങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കാൻ പറ്റി ഈ വിദ്യാലയങ്ങളിൽ പഠിച്ച പല ആളുകളും പല ഉന്നത തലങ്ങളിലും എത്തി എന്നറിയുമ്പോൾ അത്തരം അധ്യാപകർക്കുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ 32 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ നീണ്ട ഒരു വർഷം തന്നെയാണ് അല്ലേ? 32 വർഷം ഒരേ വിദ്യാലയത്തിൽ നിന്ന് എത്രമാത്രം കുട്ടികൾക്കാണ് അറിവ് പകർന്നു കൊടുത്തത്. ആ ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച് ആദ്യാക്ഷരം പകർന്നു തന്ന ടീച്ചറെ മരണം വരെ നമ്മൾ മറക്കില്ല. എവിടെ കണ്ടിരുന്നാലും മറ്റ് ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല, ആ ടീച്ചർ, മാസ്റ്റർ എന്നുള്ള ആ പേര് നമ്മൾ ഒരിക്കലും മറക്കില്ല. ബസ്സിലായാലും അല്ലെങ്കിൽ കല്യാണ വീട്ടിലായാലും വേഗം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ, ടീച്ചർ ഇവിടെ ഇരുന്നോ, ടീച്ചർക്ക് വേറെ പേരൊന്നുമില്ല, ടീച്ചർ എന്നുള്ള ആ പദവി മരണം വരെ, ടീച്ചറായി കഴിഞ്ഞാൽ മരണം വരെ അത് ടീച്ചർ തന്നെയാണ്. ആ ടീച്ചർ എന്നുള്ള വേറെ പേര് വിളിക്കാൻ വേണ്ടി ഏച്ചിന്നോ ചേട്ടാന്നൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ആരും മുതിരില്ല. അപ്പോൾ അത് വലിയൊരു അംഗീകാരമാണ് അധ്യാപകരാവുക എന്നുള്ളത് തന്നെ. അധ്യാപകർ വൃത്തി ഏറ്റെടുക്കുന്നത് തന്നെ തൻ്റെ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കണമെന്ന് സ്വയം ചിന്തിച്ച് തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷനാണ് അധ്യാപകൻ എന്ന് പറയുന്നത്, അല്ല അധ്യാപിക എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി ഈ 32 വർഷവും അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ വിവരണമാണ് റിപ്പോർട്ടിലായാലും സ്വാഗത ഭാഷണത്തിലായാലും ടീച്ചറെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വലിയ ബന്ധമില്ലെങ്കിലും ഞാൻ ഈ 5 വർഷമായി പ്രസിഡന്റ് 5ാമത്തെ വർഷമാണ്. പക്ഷേ എല്ലാ വിദ്യാലയങ്ങളിലും ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാണ് അറിയില്ല, എന്നെ ഇവിടെ ഒരു പരിപാടിക്ക് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യമെങ്കിലും എന്നെ ക്ഷണിച്ചതിൽ അതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ സരള ടീച്ചറുടെ യാത്രയയപ്പിലും പങ്കെടുക്കാൻ പറ്റി. എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെങ്കിലും വലിയ പരിചയമില്ല, കണ്ട് പരിചയമുണ്ടെങ്കിലും എന്തായാലും അവരുടെ ഈ യാത്രയയപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്, സേവന പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ വലിയൊരു നേട്ടമായിട്ട്, ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഇന്ന് എല്ലാവരും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ. അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ ചുറുചുറുക്കും ആ യുവത്വവുമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് സാധിക്കും. കാരണം 32 വർഷവും രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുട്ടികളുടെ അടുത്ത് എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ വരികയും വൈകുന്നേരം തിരിച്ചു പോവുകയും ഒരു ദിനചര്യ പോലെ നടന്ന സമയത്ത് പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറയുമ്പം അത് വലിയ പ്രയാസമുണ്ടാകും, മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ടാകും. ചിലരെ തളർത്തുക പോലും ചെയ്യും, എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രായം തോന്നുക, വീട്ടിൽ വെറുതെ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനത്തിലൊന്നും വീട്ടിലിരിക്കാതെ സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിക്കൊണ്ട് ടീച്ചറെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യവും ആയുസ്സും ടീച്ചർക്ക് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. നന്ദി.
സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ ചോമ്പാൽ നോർത്ത് LP സ്കൂളിൻ്റെ 122ാം വാർഷിക ദിനമാണിന്ന്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ 32 വർഷത്തെ സ്തുത്യർഹമായ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് നമ്മുടെ സരള ടീച്ചറുടെ ഇനിയുള്ള വിശ്രമകാല ജീവിതം വളരെയേറെ സന്തോഷം നിറഞ്ഞതും അതേപോലെ സമൂഹത്തിനും നമ്മുടെ കുട്ടികൾക്കും നല്ല രീതിയിൽ ഉള്ള ഒരു അധ്യാപിക കൂടിയായി തീരാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ടീച്ചർക്ക് കഴിയട്ടെ എന്നും അതേപോലെ തന്നെ ടീച്ചർ എപ്പോഴും ചിരിച്ച ഒരു മുഖത്തോടു കൂടിയാണ് ഞാൻ ടീച്ചറെ കാണാറുള്ളത്. കുട്ടികളോടൊത്തുള്ള ഇത്രയും കാലത്തെ ജീവിതത്തിന് ശേഷം ഈ പടിയിറങ്ങൽ ടീച്ചർക്കും ഒരു വിഷമം തന്നെയായും എങ്കിൽ കൂടിയും ടീച്ചർ നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്നും അതേപോലെ സ്കൂളിൻ്റെ ഇന്ന് കാണുന്ന ഈ പുരോഗതി മുൻകാലങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ പുരോഗതിയിലേക്ക് ടീച്ചറെ സ്കൂളിനെ എത്തിച്ചത് ഓരോ ടീച്ചർമാർക്കും തൻ്റേതായ വ്യക്തിമുദ്രയുണ്ട്, പതിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്. നല്ല പൗരന്മാരായി നമ്മുടെ കുട്ടികൾ വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്കൂള് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിന് എല്ലാവിധ ആശംസയും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രമോദ് മാട്ടാണ്ടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആരാധ്യയായ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഐഷ ഉമ്മർ ഞങ്ങളുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ ബന്ധുവിൻ്റെ അസുഖം മൂലം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ചോമ്പാല അയ്യോ സ്വപ്ന മേഡം, മാനേജർ ശ്രീമതി റീനേച്ചി, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച 15ാം വാർഡ് മെമ്പർ ശ്രീമതി കവിത അനിൽകുമാർ, മുൻ PTA പ്രസിഡന്റുമാരായ ശ്രീ സുജിത്ത് പുതിയോട്ടിൽ, ശ്രീ ഉനേസ് മാളിയേക്കൽ, സ്വാഗതം പറഞ്ഞ ശ്രീമതി സക്കീന ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ലിഷ ടീച്ചർ, മറ്റു സഹ അധ്യാപകരെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 122ാം വാർഷികാഘോഷവും 32 വർഷത്തെ സേവനത്തിനു ശേഷം ഈ ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന എനിക്ക് നൽകുന്ന സ്വീകരണവും അനുമോദനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഇവിടെ നടത്താറുണ്ട്. ഈ വർഷം എൻ്റെ അയപ്പുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. അതിന് എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 1993 ജൂൺ മാസത്തിലാണ് ഞാനിവിടെ സർവീസിൽ കയറിയത്. 31 വർഷം അധ്യാപികയായും 1 വർഷം പ്രധാന അധ്യാപികയായും ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവർ ഇന്ന് ജീവിതത്തിൻ്റെ പല മേഖലകളിലായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാൾ ചെന്നൈയിൽ ഒരു കമ്പനിയുടെ മാനേജറായി വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. അവർ രണ്ടുപേരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. 90കളുടെ കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളിലും ഡിവിഷൻ പോസ്റ്റിലാണ് ടീച്ചർമാരൊക്കെ നിലനിന്നിരുന്നത്. ഇവിടെയും ഡിവിഷൻ പോസ്റ്റായിട്ട് ഞാൻ നിന്നപ്പോൾ 1 വർഷം എനിക്ക് ഡിവിഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെ 2.5 വർഷക്കാലം ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അവിടെയും എനിക്ക് ഒരുപാട് അനുഭവങ്ങളും സൗഹൃദങ്ങളും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാവരിൽ നിന്നും ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരിൽ നിന്നും നല്ല സഹകരണമാണ് കിട്ടിയത്. 1 വർഷക്കാലം HM ആയി ജോലി ചെയ്തു. ചോമ്പാല AEOവിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു.
സത്യസന്ധതയും കൃത്യനിഷ്ഠയും 100% പെർഫെക്റ്റ് നിലനിർത്തുന്ന അയ്യോ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം നല്ല സഹകരണമാണ് എനിക്ക് നൽകിയത്. ഒരു കാര്യത്തിലും അവരുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു മോശം അഭിപ്രായങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ രക്ഷിതാക്കളും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ മക്കൾ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കളെ പോലെ തന്നെ അവരും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഒരുപാട് സമയം എനിക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചു. അതിനു വേണ്ടിയും എനിക്ക് ഈ സായാഹ്ന വേളയിൽ തന്ന അനുമോദനത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും നമുക്ക് എവിടെ വെച്ചെങ്കിലും കാണാം, സൗഹൃദങ്ങൾ പങ്കുവെക്കാം. താങ്ക് യു സോ മച്ച്. പ്രസിഡന്റ് സായനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ കൂടിയ ശ്രോതാക്കളായ നിങ്ങളുടെ സഹകരണമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ വാർഷികാഘോഷവും യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഓരോ ആളുകളും സംസാരിച്ചു. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനും വാർഡ് മെമ്പറും കൂടിയായ ശ്രീ പ്രമോദ് മാട്ടാണ്ടി അവർക്ക് കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ ഉമ്മർക്കും ഏറെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം പറഞ്ഞ ശ്രീമതി സക്കീന ടീച്ചർ, റിപ്പോർട്ട് അവതരണം പറഞ്ഞ ശ്രീമതി ലിഷ ടീച്ചർ, മുഖ്യാതിഥിയായി ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല, എന്നാലും അവർക്കും കൂടിയും ശ്രീമതി സ്വപ്ന ജൂലിയറ്റ്, ആശംസ അർപ്പിച്ച ശ്രീമതി കവിത അനിൽകുമാർ, ശ്രീ സുജിത് പുതിയോട്ടിൽ, ശ്രീ ഉനൈസ് മാളിയേക്കൽ, അതുപോലെ എൻറോൾമെൻറ്റ് നേടിയ കുട്ടികൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ സർവീസിൽ നിന്നും വിരമിക്കുന്ന സരള ടീച്ചർക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം റിട്ടയർമെൻറ്റ് ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ശ്രോതാക്കളായ നിങ്ങളാണ്. നിങ്ങൾക്കേവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടെ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.